ഹലോ. എന്തുവാ FTT? അറേ ആരായല്ലേ കണ്ടിട്ട്. നമ്മളിവിടെയൊക്കെ ഉണ്ട്. ഞാൻ ഒരു സെർവർ തുടങ്ങി, കേറ്. സർവറാ? ആ എന്ത് സർവർ? അതൊക്കെ പയ്യെ അറിഞ്ഞോളും. സെർവർ തുടങ്ങി, കേറ്. സർവൈവലാ? കേറി അങ്ങോട്ട് കളി. അല്ല, അപ്പൊ നമ്മൾ ഒരുമിച്ചല്ലേ കളിക്കണേ? ഒരുമിച്ച ഏ? ഭൂമി ഉരുണ്ടല്ലേ, എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണാം. കേറി കളിയുന്ന്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളങ്ങനെ നിൽക്കുന്നത് FTT ഇപ്പോൾ പറഞ്ഞ സർവറിലാണ്. ഞാനപ്പോൾ കുറച്ച് കളിച്ച് തുടങ്ങിയായിരുന്നു. നമുക്ക് അയൺ പിക്കാക്സ് ഒക്കെ ആയിട്ടുണ്ട്. അങ്ങനെ കേവിങ്ങിന് പോയില്ലെങ്കിലും നമുക്കായി. അപ്പോൾ ഞാൻ കുറച്ച് വുഡൊക്കെ എടുത്തിട്ട് നമുക്കിനി ഗ്രൈൻഡ് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. FTT സർവറിലുണ്ട്. FTT കയറിയായിരുന്നു, അയാളിപ്പോൾ ഇറങ്ങിപ്പോയി. ഇതേ കണ്ട, നമുക്ക് ഇത്ര അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കിട്ടി. അപ്പോൾ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ഇതിഹാസയുടെ ഫസ്റ്റ് സീസണൊക്കെ തുടങ്ങിയപ്പോൾ അറിയാം ഡ്രാഗനൊക്കെ കിട്ടാനുള്ള ഓട്ടമായിരുന്നു. ഈ പ്രാവശ്യം ഇത് സർവൈവൽ സെർവർ, അതായത് ഫ്രണ്ട്ലി ആണെന്നും പറഞ്ഞിട്ടില്ല, അനാർക്കി ആണെന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്താ, നമുക്ക് ഈ സെർവർ ഡോമിനേറ്റ് ചെയ്യണ്ടേ? അതിനുവേണ്ടി നമ്മുടെ കയ്യിൽ വാല്യുബിൾ ആയിട്ടുള്ളൊരു ഐറ്റം വേണം. ഈ വാല്യുബിൾ ആയിട്ടുള്ളൊരു ഐറ്റം എന്ന് പറയുമ്പോൾ ഡ്രാഗനെഗിനെക്കാട്ടും വലിയ സാധനം ഇല്ല. ഡ്രാഗനൊക്കെ ആയിരിക്കും ഏറ്റവും വാല്യുബിൾ സാധനം. കാരണം ഡ്രാഗനൊക്കെ വേൾഡിൽ ഒരെണ്ണം ഉണ്ടാവുള്ളൂ. നമ്മളായിട്ട് അത് ഡൂപ്പ് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ രണ്ടാമതൊരു ഡ്രാഗനൊക്കെ ഡൂപ്പ് ഉണ്ടാവില്ല. സോ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഡ്രാഗനൊക്കെ ദർ ഇസ് വൺ ആൻഡ് ഓൺലി വൺ പീസ്. നമുക്ക് ആ പീസ് വേണം. ഗൈസ്, നമ്മളതേ വില്ലേജ് ഒരെണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വില്ലേജ് കിട്ടി. സ്ലോട്ടലിന് കിട്ടി, ആക്സ്ലോട്ടൽ. നമ്മൾക്ക് അങ്ങനെ ഏകദേശം അയൺ ടൂൾസും അതുപോലെ തന്നെ അയൺ ആർമറൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അയൺ പോരാ. ഞാൻ ഈ കേവിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡയമണ്ട് ടൂൾസും ഡയമണ്ട് ആർമറായിട്ട് ഇറങ്ങുള്ളൂ. ഗൈസ്, നമ്മുടെ ഡയമണ്ട് ദേ അവിടെ ഒരു ഡയമണ്ട് ഇരിപ്പുണ്ട്. ഓ ഷിറ്റ് ഗൈസ്, ഒറ്റ ഡയമണ്ട് ഉള്ളത്. ഗൈസ്, നമുക്ക് അങ്ങനെ ഡയമണ്ട് പിക്കാക്സ് ആയിട്ടുണ്ട്. ഇതെടുത്ത് ദൂരെ കളയാം. എന്തുണ്ടാക്കാൻ പറ്റും? ചെസ്റ്റ് പ്ലേറ്റ്. കവർ മീ വിത്ത് ഡയമണ്ട്സ്, ലെറ്റ്സ് ഗോ. 16 ഡയമണ്ട് പ്ലസ് നമുക്കൊരു ഡയമണ്ട് ചെസ്റ്റ് പ്ലേറ്റ് ഇല്ല. പാൻറ്, ഹെൽമെറ്റ്. അത് പയ്യനെ മേളിലോട്ട് ഡിഗപ്പ് ചെയ്ത് കയറാൻ, അല്ലാണ്ട് ഇനി തിരിച്ച് വഴിയൊന്നും കണ്ടുപിടിക്കാൻ പോകാൻ നടക്കൂല. അങ്ങനെ ഗൈസ്, നമ്മൾ മേളിലോട്ട് കുഴിച്ചതേ നമ്മളുടെ വില്ലേജിൻ്റെ, നമ്മുടെ കണ്ടുപിടിച്ച വില്ലേജ് ആണെന്ന് തോന്നുന്നു. ഞാൻ റാൻഡം സ്പോട്ടിൽ നിന്ന് മേളിലോട്ട് കുഴിച്ചതാണ്. പോണ വഴിക്ക് വീണ്ടും ഒരു വലിയ കേവ് കിട്ടി. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വീണ്ടും ഡയമണ്ട്സ് കിട്ടി. ഞാൻ വേറെ ഒന്നും അധികമായിട്ട് എടുക്കാൻ പോയില്ല. ഞാൻ റെഡ് സ്റ്റോൺ അതൊന്നും എടുത്തില്ല. നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മൈനിങ്ങിന് വേണ്ടി കിട്ടിയത്. മെയിനായിട്ട് ഇത്രയും ഡയമണ്ട് കിട്ടി. നമ്മൾ ഫുൾ ഗിയർഡപ്പായി. എന്നാൽ നെതറിൽ പോകണം ആദ്യം. ഇനിയിപ്പോൾ ലാഭ കണ്ടുപിടിക്കണമല്ലോ. 20 ഒബ്സിഡിയം മൈൻ ചെയ്തിട്ട് പോവാം. ഏറ്റവും വൃത്തിയിട്ട ഭയം തന്നെ ഗൈസ്. നമ്മുടെ പോർട്ടൽ അവിടെ കിടക്കണം. ആൻഡ് നമ്മളുടെ ഫോർട്രസ് ഇവിടെ. അത് ഭയങ്കര ലക്കി ആയിപ്പോയിട്ടാ. വാവ്, ടെറിബിൾ ഫോർട്രസ്. ഇനി നമുക്ക് കുറച്ച് ബ്ലേസിനെ തല്ലിക്കൊല്ലണം. നമുക്ക് ഇത് 7 IF എൻട്രി കിട്ടിയുള്ളൂ കേട്ടോ. ആകെ 7 എൻട്രിപ്പുകൾ കിട്ടിയുള്ളൂ. ഞാൻ എല്ലാം ട്രേഡ് ചെയ്തെടുത്തതാണ്. പക്ഷേ ഒരു കുറേ സ്വർണം, എനിക്ക് തോന്നുന്നു ഒരു സ്റ്റാക്ക് എടുത്തോളം ട്രേഡ് ചെയ്തിട്ടും ഇത്രയും കിട്ടിയുള്ളൂ. എന്താണെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ നമ്മൾ നേരത്തെ മൈനിങ്ങിനും എടുത്ത ഹെൽമെറ്റ് സാധനങ്ങളാണ്. തൽക്കാലം ഇത്രയും വെച്ചുകൊണ്ട് പോവാം. എന്നിട്ട് സംഭവം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഇനിയും വേണമെങ്കിൽ നമുക്ക് തിരിച്ചു വന്നല്ലേ പറ്റൂ. ഓ, നമുക്ക് CD പ്ലേസ് ആദ്യം കിട്ടണത് നെതർ വാർട്ട് കേട്ടിട്ടാ. അപ്പോൾ പോർഷൻസ് ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. IF എൻട്രി എറിഞ്ഞ് ഈ വഴിയാണ് കാണിക്കണേ. അപ്പോൾ ഞാനെന്തായാലും ഇത് കണ്ടുപിടിക്കാൻ പോണേണ്. ഞാൻ ഓർത്തത് ഗിയറപ്പായിട്ട് പോകാമെന്നാണ്. തൽക്കാലം പോയി കണ്ടുപിടിച്ചിട്ട് ഒരു പോർട്ടൽ സെറ്റാക്കി വെക്കാം ഇങ്ങോട്ട്. എന്നിട്ട് നമുക്ക് ഗിയറപ്പായിട്ട് പോകാം. അല്ലെങ്കിൽ വെറുതെ കുറേ സമയം വെറുതെ പോണ വഴിയായിരുന്നു. നമ്മൾ ഈ ഒരു ഭയവും കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് മറ്റേ ക്രീക്കിംഗ് ആണ്. ക്രീക്കിങ്ങിൻ്റെ സാധനമാണ്. സോ ഗൈസ്, നമ്മളങ്ങനെ അതേ ഫോർട്രസ്സിലെത്തിയതേ. ഐസ് പൈ. ഇവിടെ കുറച്ച് ഓടി നടന്നാലേ നമുക്ക് നമ്മുടെ പോർട്ടൽ റൂമിലോട്ട് എത്താൻ പറ്റുള്ളൂ. ഇനി അത് കണ്ടുപിടിക്കണം. അപ്പോൾ ലൈബ്രറി. ഇവിടെ നീ ബുക്സ് എല്ലാം എടുക്കണം. എനിക്ക് എൻചാൻമെൻറ്റ് ടേബിൾ ഉണ്ടാക്കാനുള്ളതാണ്. ഗൈസ്, അങ്ങനെ പോർട്ടലിലെത്തി. ബട്ട് ഒരു പ്രശ്നമുള്ളത്, ഇവിടെ ആകെ ഒരിതേ ഉള്ളൂ. തൽക്കാലം ഉള്ളതൊക്കെ വെച്ചേക്കാം. 4, 5, 6, 7 ഇത് വേണം.
ഹലോ ഗൈസ്, അപ്പം നമ്മളങ്ങനെ ഡ്രാഗൺ ഫൈറ്റിന് റെഡി ആയി കഴിഞ്ഞിരിക്കണേ. അപ്പോൾ ഏറെക്കുറെ പ്രിപ്പയർ ആയിട്ടുണ്ട്. എൻ്റർപേൾസ് കിട്ടി, വില്ലേജറിൻ്റെ ഒരു ബോ മേടിച്ച്, ഇൻഫിനിറ്റി ഇല്ലാത്തതുകൊണ്ട് ആരോസ് എടുത്തേക്കണേ, കുറേ ബ്ലോക്സ് എടുത്തിട്ടുണ്ട്, വൂളും മരം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ വൺ സൈക്കിൾ ചെയ്യാൻ പറ്റുമോ നോക്കണം. എനിക്കതിനെക്കുറിച്ച് വലിയ പിടിയൊന്നുമില്ല, കുറേ കാലമായി ചെയ്തിട്ട്. മിക്കവാറും ഞാൻ പൊട്ടിത്തെറിക്കും. അപ്പോൾ അതിനെക്കാട്ടും നല്ലത് ബോ വെച്ച് അടിച്ചു കൊല്ലണതാണ്. അയ്യോ, 1 2 3 4 5 6 7. രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങുക. നല്ല ദൂരെയാണല്ലോ. നമുക്ക് വെള്ളം ഇൻഫിനിറ്റ് വേണം. ഇത് മറ്റേ സാധനമാണ്. എന്താണ്? അതൊരെണ്ണം പോലും കൊള്ളണില്ലല്ലോ. ഓടം ഓടം. യെസ്, ഇപ്പൊ ഇങ്ങനെയാണ് വീണേ. നമ്മുടെ ഡ്രാഗൺ എഗ് നമുക്കങ്ങനെ ഡ്രാഗൺ എഗ് കിട്ടിയേ. നമ്മൾ ഈ സെർവർ ഡോമിനേറ്റ് ചെയ്തു. സോ ഗൈസ്, സെർവർ തുടങ്ങി 2 ദിവസത്തിനുള്ളിലാണ് നമ്മൾ ഡ്രാഗനെ കൊന്നത്. നമുക്ക് ഡ്രാഗനൊക്കെ വേണമെന്ന് അത്ര വാശിയായിരുന്നു. സോ നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി അത്യാവശ്യം ഡിലേ ആയാലും കുഴപ്പമില്ല കാര്യങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ഏകദേശം 11 മണിക്കൂറോളം കളിച്ച്, കുറേ നേരം നിർത്താണ്ട് കളിച്ചപ്പോൾ അതിൻ്റെ ക്ലിപ്സൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് വളരെ ഷോർട്ടാക്കാനാണ് തീരുമാനം. കാരണം ഇതൊക്കെ കുറേയൊക്കെ കാണുന്നത് നമുക്ക് അറിയണ കാര്യങ്ങൾ, അപ്പോൾ കണ്ടാൽ ബോറടിക്കും. സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതൊക്കെ പറഞ്ഞാലേ നിങ്ങൾ ചെയ്യണുള്ളൂ, പറയാണ്ട് ചെയ്യേണ്ട ഇതൊക്കെ. സോ ഗൈസ്, പിന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ നമുക്ക് എലൈട്രയും സാധനങ്ങളൊക്കെ എടുക്കണം. നമുക്ക് അത്യാവശ്യം സ്റ്റാക്ഡ് ആവണം സെർവറിൽ. അപ്പോൾ എന്നിട്ട് നമ്മൾ സ്റ്റാക്ഡ് അല്ലാത്ത പോലെ നടക്കണം. വീഡിയോ ഇറങ്ങുമ്പോഴേ അറിയാൻ പാടുള്ളൂ. ഇപ്പോൾ FTT ലൈവൊക്കെ പോകുന്നുണ്ട്, ഉടനെ വേറെ ആൾക്കാരൊക്കെ ജോയിൻ ചെയ്യണതായിരിക്കും. പിന്നെ എൻ്റെ സ്കിൻ എന്തെങ്കിലും ഇരിക്കണമെന്ന് വെച്ചാൽ ഇതിൽ സ്കിൻ റീസ്റ്റോർ വർക്ക് ആവണില്ല. സോ ചിലപ്പോൾ ഉടനെ റെഡി ആവുമായിരിക്കും, നമ്മുടെ പഴയ സ്കിൻ കിട്ടുമായിരിക്കും. അപ്പോൾ അതുവരെ ഈ ഒരു സ്കിൻ സഹിക്കണം നിങ്ങൾ. പക്ഷെ FTT ഇപ്പോൾ ജോയിനായി. ഞാൻ എൻട്രൈഡിന് പോകാൻ പോണായിരുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളാ മറ്റേ അതിൻ്റെ ഉള്ളിൽ കൂടി സാധനം ഇറങ്ങുമ്പോഴത്തേക്കും ഇത് കാണും, അഡ്വാൻസ്മെൻ്റ് കാണും. ഇതിലാരുമില്ല. നമ്മൾ ആ അഡ്വാൻസ്മെൻ്റ് എടുത്തിട്ട് തിരിച്ചിറങ്ങാമെന്ന് വിചാരിക്കണേണ്. നമുക്കങ്ങനെ ഇതില്ല, ഷിപ്പില്ല, എലൈറ്റർ ഉണ്ടാവില്ല. പക്ഷേ ഷൾക്കർ ബോക്സ് എങ്കിലും കിട്ടിയല്ല. നമുക്കങ്ങനെ ഒരു എഫിഷ്യൻസി 5 പിക്കാക്സ് കിട്ടി. കണ്ടോ ഗൈസ്, അതിൽ ഷിപ്പുണ്ട് ഗൈസ്. എലൈറ്റർ, ലെറ്റ്സ് ഗോ. കിട്ടി ഗൈസ്. നമ്മുടെ ഫൈനൽ മൊമെന്റ്സ് ആണ് ഗൈസ്, നമ്മുടെ ഫൈനൽ മൊമെന്റ്സ്. അതിനെനിക്ക് വേണം. ലിമിറ്റേഷൻ വേണം ഗൈസ്. നമ്മുടെ ലൂട്ട് കിട്ടിയേ. 7 ഷൾക്കർ ഷെൽ. ഈ ഷൾക്കർ നിറച്ച സാധനങ്ങള്. സോ ഗൈസ്, ചത്തോണ്ട് പേടിക്കൊന്നും വേണ്ട. നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെ ചത്തത് എല്ലാം എടുത്ത് എൻ്റർ ചെസ്റ്റിലൊക്കെ വെച്ചിട്ടുണ്ടായി. പിന്നെ ഇപ്പോൾ FTT ഇടക്കിടക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലൈവിലൊക്കെ നമ്മളിടക്ക് പോയി സംസാരിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുവരെ FTTക്ക് ഒരു ഐഡിയ പോലും ഇല്ല നമ്മൾ ഇത്രയും സ്റ്റാക്ഡായി ഈ വേൾഡിൽ ഡ്രാഗനെ കൊന്ന് എനിക്ക് എലൈറ്റർ ഉണ്ട്, ഇത്രയും കാര്യമൊന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് ഇത്രയും സാധനങ്ങളും കയ്യിലല്ല അയൺ ടൂൾസ് ആയിട്ടാണ് പോവാറ്. അപ്പോൾ അവിടെ പോവും. ഞാനപ്പോൾ FTTക്ക് ഗിഫ്റ്റായിട്ട് കുറച്ച് ഡയമണ്ട് ആർമർ അങ്ങ് സമ്മാനിക്കാമെന്ന് ഓർത്ത്.
ഓ അങ്ങനെ ആ അത് പറ. അമ്മണി അകത്ത് കയറ അമ്മണി. കിട്ടി. അമ്മണി പശു. എന്നാ ഒരു സാധനം തരാ ഇവിടെ. എന്താ 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 പറയ് 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 പറയ്. നോയലേ നോയലേ സത്യം പറ, നിങ്ങൾക്ക് ഓപ്യുണ്ടോ? ക്രിയേറ്റീവ് ആണോ? എടോ കാര്യമായിട്ട് ചോദിക്കുവോ, നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ കിട്ടിയേ? ഞാൻ നോയലെ കുറച്ച് ഇതുണ്ടെങ്കിൽ ഒന്ന് സീഡല്ലല്ലോ വീറ്റ് ഉണ്ടെങ്കിൽ ഉമ്മാരെ ഒന്ന് ഇതിനകത്തോട്ട് കയറ്റും. എനിക്ക് ഫുഡിന് വേറെ വഴിയൊന്നും ഇല്ല, അതുകൊണ്ടാണ്. വീറ്റും ഉമ്മാരെ എന്റെ കൃഷി ഇല്ല. ഡയമണ്ട്സ് വേണോ നെതറൈറ്റ് വേണോ എന്നോട് പറ. കാശിന്റെ കഴ തന്നെ കേട്ടോ, അത് വേണ്ട. വീഡിയോ വരുമ്പോ അറിയും ഞാൻ ഇവന്മാരെ ഇപ്പൊ എങ്ങനെ ഒന്ന് അകത്തോട്ട് കയറ്റും? അവന്മാരെ അകത്തോട്ട് കയറ്റാനാണോ? ഞാൻ കാണിച്ചുതരാം. ആരെ അകത്തോട്ട് കയറ്റണ്ടേ? ഇവന്മാരെയാണോ ഇവനെയാണോ? എന്നാ അവനകത്ത് കയറ്റിട്ടുണ്ട്. എന്റെ ഒരു പശുവിനെയാ കൊന്ന്. നോയലേ 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 സമാധാനപ്പെട്, പ്രാന്ത് കാണിക്കാതെ. ഗുളിക കഴിച്ചില്ലേ? ഇനി ആരെങ്കിലും കേറ്റണോ? വേണ്ട, ആരെയും കേറ്റണ്ട. അവരെല്ലാരും പുറത്ത് നിന്നോട്ട്, ഒരു വിഷയവുമില്ല. ഇങ്ങനെ പറയണേ, നമുക്ക് സെറ്റ് ചെയ്യാന്നേ. നോയൽ ഒന്നും ചെയ്യരുത്. നോയൽ ഒരു സത്യം പറഞ്ഞ ഒരു പ്രാന്തനാണ്. അതുകൊണ്ട് നോയൽ ഇപ്പൊ ഒന്നും ചെയ്യരുത്, അടങ്ങിയിരുന്നോ അവിടെ. ഞാൻ എങ്ങനെയെങ്കിലും ഉമ്മാരെ അകത്ത് കയറ്റിക്കോളാം, ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ആദ്യമായിട്ട് വെച്ചൊരു സഹായമല്ലേ. എന്നെ സഹായിക്കരുത് പ്ലീസ്. ഓ വീറ്റ് ഫാം. നോയലെ താങ്ക് യു നോയലെ. നോയലാണ് ഏറ്റവും ഒരു 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 പ്രഷ്യസ് ആയിട്ടുള്ള ഒരു 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 ബാക്കി ഞാൻ പറയുന്നില്ല. ആര് അവൻ കുറച്ച് ദിവസം കൊണ്ടേ അവിടെ ഉള്ളവനാ. അവനെ ഞാൻ കൊന്നുതരാം FTT. അവനെ ഓർത്ത് ഇനി പേടിക്കണ്ട. അവന്റെ പേടി, അവനെ കൊണ്ടൊരു ഗുണവും ഇല്ല, ഉപദ്രവം മാത്രമേ ഉള്ളൂ. പശുവിനെ കേറ്റണ്ടേന്ന് പറ. എനിക്ക് ആ പശു ഇവനാ എന്നാ നോയലൊരു ബുദ്ധിമാൻ തന്നെ. സോ ഗൈസ്, നമ്മളങ്ങനെ സർവർ തുടങ്ങി 2 ദിവസത്തിനുള്ളിൽ ഡ്രാഗനൊക്കെ ഒന്ന്, പിന്നെ അത് കഴിഞ്ഞ് പോയി എലൈട്രേക്ക് എടുത്ത് അങ്ങനെ നമുക്ക് ഡ്രാഗനൊക്കെ കയ്യിൽ കിട്ടി. അതായത് സെർവറിൽ ആകെ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, അത് നമ്മളുടെ കയ്യിലാണ്. പിന്നെ ഈ വീഡിയോ ഇറങ്ങുന്നവരെ ആർക്കും അറിയണ്ടാവില്ല ഈ വേൾഡിൽ ഡ്രാഗൻ ഇല്ലയെന്ന്. നമ്മളതിനെ കൊന്നു, അതിൻ്റെ എഗ്ഗ് എടുത്തു എന്നൊക്കെ. ഈ സ്കൈ ഇനി നമുക്ക് സ്വന്തം. സോ അതുവരെ നമ്മളായിരിക്കും സെർവറിൽ അത്യാവശ്യം സാധനങ്ങളുള്ളത്. അതിനുള്ളിൽ നമുക്ക് വീണ്ടും സാധനങ്ങൾ ഒപ്പിച്ച് കുറേ റിസോഴ്സസ് കയ്യിൽ വേണം. എല്ലാം പല പല സ്ഥലത്തായിട്ട് ചെയ്യാനാണ് എൻ്റെ ഉദ്ദേശം. പിന്നെ കുറേ പേര് സെർവറിൻ്റെ പേരെന്താന്ന് ഓർക്കുന്നുണ്ടാവും. സെർവറിൻ്റെ പേരിട്ടു. ഈ സെർവറിൻ്റെ പേരാണ് ഭരതം.